Hello my dear students, welcome back to Human Resource Management. നമ്മളുടെ 51ാമത്തെ സെഷനാണ്. ഈ കോമ്പൻസേഷൻ എന്നുള്ള മോഡ്യൂൾ 5-ൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്താണ്? നമ്മളുടെ പല കമ്പനീസിലും, പ്രത്യേകിച്ചും ഈ ചെറിയ കമ്പനികളിൽ അവർ കുറേ സോഫ്റ്റ് ബെനിഫിറ്റ്സ് ഈ പറയുന്ന വർക്കേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഈ ചെറിയ കമ്പനീസ് എന്ത് ചെയ്യുന്നത്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവരുടെ ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഈ പറയുന്ന ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഫ്ലെക്സി ടൈം ഷെഡ്യൂൾ അത് കൊടുക്കുക, അഡീഷണൽ ടൈം ഓഫ് കൊടുക്കുക, റിട്ടയർമെൻറ്റ് പ്ലാൻസ് കൊടുക്കുക, അതിലൊക്കെ നമ്മുടെ എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ ബെനിഫിറ്റ്സ് എല്ലാം നമ്മളുടെ എംപ്ലോയീസിനെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എംപ്ലോയേഴ്സിന് അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കാരണം മോശപ്പെട്ട സമയത്ത് പോലും അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അതായത് ആ വർക്കേഴ്സിൻ്റെ ഇപ്പോൾ പെർഫോമൻസ് ലോ ആണെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ലോങ് റണ്ണിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. അത് അങ്ങനെയാണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് വന്നത്. കാരണം ഒരു ആ എംപ്ലോയിക്ക് കിട്ടുന്ന വേജ്, സാലറി, അലവൻസ്, ബോണസ് ഇത് കൂടാതെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. ആ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നുള്ള സംവിധാനം ആ രീതിയിലാണ് വന്നത്. നമ്മുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്നത് എന്താണ്? നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്യാഷ് ബെനിഫിറ്റാണ്. അത് മെഡിക്കൽ പ്രൊവിഷൻ ആവാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സർവീസസ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പേയ്മെൻറ്റ്സ് ആവാം. അത് നമ്മുടെ വേജിൻ്റെ ഒരു പാർട്ടായിട്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ബോണസ്, ഇൻസെൻറ്റീവ് ക്യാഷായിട്ട് കൊടുക്കുന്ന പോലെയല്ല. അത് അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ടാണ് കിട്ടുന്നത്, ആനുകൂല്യമായിട്ടാണ് കിട്ടുന്നത്. അതായത് ഈ പറയുന്ന വേജ്, സാലറി, അലവൻസ്, ബോണസ്, ഇൻസെൻറ്റീവ്സിനൊക്കെ കൂടാതെയുള്ള ആനുകൂല്യമായിട്ട് കിട്ടുന്നത്, ക്യാഷ് അല്ലാത്ത രീതിയിലുള്ള ആനുകൂല്യം. അതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം പേയോട് കൂടിയിട്ടുള്ള ഹോളിഡേയ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ക്യാൻറ്റീൻ, അവിടെ ലോ കോസ്റ്റിൽ മീൽസ്, അതുപോലെ ലോ റെൻറ്റഡ് ഹൗസസ്. ഇപ്പോൾ വലിയ വലിയ മാനേജർ ലെവലിലുള്ളവർക്ക് കമ്പനിയുടെ വക വെഹിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലേ? അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്, അതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് നമ്മുടെ എംപ്ലോയ്മെൻറ്റിനും വേജുമായിട്ട് റിലേറ്റഡ് ആണ്. അത് ശരിക്കും നമ്മുടെ വർക്കറിൻ്റെ ടോട്ടൽ ഇൻകമിനെ ഒരു കാര്യമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ബെനിഫിറ്റ്സ്. ഓക്കെ, നമ്മുടെ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പണം നേരിട്ടല്ലാതെ വാല്യൂ ഉള്ളതായിട്ടുള്ള കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് മെയിനായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നത്. എങ്കിലും അതിൽ നമുക്ക് പണമായിട്ടുള്ള രീതിയിലുള്ള ബെനിഫിറ്റ്സും കൂടി നമുക്ക് ഉൾപ്പെടുത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർമൽ വേജിൻ്റെ കൂടെ വരുന്ന അലവൻസിനെയും നമുക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന സാലറി അല്ലെങ്കിൽ വേജസ്, അതിൻ്റെ കൂടെ കിട്ടുന്ന ബോണസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അലവൻസ് ഒക്കെ നമുക്ക് ജനറലി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, അവിടെ ലോ റേറ്റിൽ ഫുഡ് അവൈലബിൾ ആവുക, മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ ലോ റെൻറ്റ് റേറ്റിലുള്ള ഹൗസസ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ റെഗുലർ വേജ് ആൻഡ് സാലറിക്ക് കൂടെ അഡീഷണലായിട്ട് വരുന്നതാണ്. ഈ ബെനിഫിറ്റ്സ് കൊണ്ട് നമ്മളുടെ എംപ്ലോയീസിനെ കുറേ കൂടി വർക്ക് ഹാർഡ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മോണിറ്ററി വാല്യൂ ഈ ബെനിഫിറ്റ്സിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും
അസർട്ടൺ ആണ്, നമുക്കത് ഫുൾ അങ്ങ് അളന്നെടുക്കാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നമുക്ക് എംപ്ലോയീസിന് മാത്രം ലോ റേറ്റിൽ ഫുഡൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് നമുക്കധികം മീൻ ബെനിഫിറ്റ്സ് നമുക്കധികം കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നു. പിന്നെ ഈ ബെനിഫിറ്റ്സ്, ഈ എത്ര എമൗണ്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിലൂടെ കൊടുക്കുന്നതെന്നുള്ളതിന് നേരത്തെ തന്നെ നമുക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എല്ലാം ലീഗലി റിക്വയർഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അതിൽ ഇപ്പം നമുക്ക് ഇപ്പം എന്തെങ്കിലും പേയ്മെൻറ്റ് വൈകി വരുവാണെങ്കിൽ, അതുപോലെ തന്നെ ടൈംലി പേ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കലും വൈകി നമ്മൾ ഒരുപാട് ഡിലേ വരുത്തരുത് പേയ്മെൻറ്റിൽ. അതും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സാലറി ആണെങ്കിലും കൃത്യമായിട്ടുള്ള ടൈമിൽ സാലറി കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സും കൊടുത്തിരിക്കണം. ഇനി നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ റിട്ടൈൻ ചെയ്യുക, എംപ്ലോയീസിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് പല ആപത്തുകളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവർ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ജീവിതത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസിൻ്റെ ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരെ എംപ്ലോയീസിന് മോട്ടിവേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ഇൻഡസ്ട്രിയൽ റിലേഷൻ നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യുക, നല്ല വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉറപ്പ് വരുത്തുക, അതുപോലെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയീസിന് ഓർഗനൈസേഷന് ഒരു സെൽഫ് ബിലോങ്ങിങ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ നല്ലൊരു ഇമേജ് പബ്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ഇനി നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ടൈപ്സാണ് പറയുന്നത്. ഇപ്പോൾ റിട്ടയർമെൻറ്റിൽ ടൈമിലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നതാണ് ഗ്രാറ്റുവിറ്റി, പെൻഷനൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ലഞ്ച്, നമുക്ക് പൈസ കുറച്ചുള്ള ലഞ്ച്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ബെനിഫിറ്റ്സ്, പിന്നെ സിക്ക് ലീവ്, മെറ്റേണിറ്റി ലീവ്, വെക്കേഷൻ പേ, അതും ഈ പറഞ്ഞ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നതാണ്. എഡ്യൂക്കേഷൻ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റി, അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, ഇതെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നതാണ്. ടെറി എന്ന് പറഞ്ഞൊരു ഓഥർ ഏകദേശം 28 ബെനിഫിറ്റ്സാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ കീഴിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബോണസ് ഫോർ ക്വാളിറ്റി, അറ്റൻഡൻസ്, നല്ല റെഗുലർ അറ്റൻഡൻസ് ഉള്ളതിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കുക, അതുപോലെ കോൺട്രിബ്യൂഷൻ കൊടുക്കുക, ഗ്രൂപ്പായിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഇൻഷുറൻസ് പ്ലാൻ, അതുപോലെ ലേ ഓഫ് ടെർമിനേഷൻ നടക്കുമ്പോൾ അതിനോട് കോമ്പൻസേറ്റ് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കുക, ട്രാവൽ എക്സ്പെൻസസ്, പിന്നെ എന്തെങ്കിലും നല്ല സജഷൻസൊക്കെ എംപ്ലോയീസ് പറയുകയാണെങ്കിൽ അത് അവാർഡ് ചെയ്യുക, മെഡിക്കൽ ലീവ് വിത്ത് പേ, ഓവർ ടൈമിനുള്ള റീസണബിൾ പേ, യൂണിവേഴ്സിറ്റി ആൻഡ് ട്രേഡ് കോഴ്സസ് അത് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ബെനിഫിറ്റാണ് പെർക്സ് അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ പെർക്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു കാഷ്വൽ ആയിട്ടുള്ള ഇതാണ്, പേയ്മെൻറ്റിനെയാണ് നമ്മൾ പെർക്സ് അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒരു ഫീസായിട്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റായിട്ടോ നമ്മുടെ വേജസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മളുടെ ആ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ വേജിന് കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ് പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ പെർക്സ് എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ എനി കാഷ്വൽ എമൽമെൻറ്റ്, അതായത് ഏതെങ്കിലും ഒരു കാഷ്വൽ പേയ്മെൻറ്റ്, ഒരു പ്രോഫിറ്റ് അറ്റാച്ച് നമ്മളുടെ ഒരു സാലറി വേജിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് പെർക്വിസിറ്റ്സിന് പറയാം ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അമ്യൂണിറ്റി, ഒരു സപ്പോർട്ട്. എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് ഒരു കൺസെഷൻ റേറ്റിൽ കൊടുക്കുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ എംപ്ലോയീസിന് അതിൻ്റെ ഷെയർ വാല്യൂയിലും കുറവുള്ള വാല്യൂയിൽ കൊടുക്കുക, അതൊരു പെർക്വിസിറ്റ്സ് ആണ് അല്ലെങ്കിൽ പെർക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റി, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻസസ്, പിന്നെ ഫ്രീ ഫെസിലിറ്റി ഫോർ റിഫ്രഷ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ്, ടെലഫോൺ, ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രി ലോൺ, ഫാമിലി പ്ലാനിങ്, സ്കോളർഷിപ്പ്, ലീവ്, ട്രാവൽ കൺസെഷൻ, ഇതെല്ലാം പെർക്വിസിറ്റ്സിന് എക്സാമ്പിളാണ്.
അപ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ പെർക്സ് എന്നൊക്കെ പറയുന്നത് മോർ ഓർ ലെസ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ.